അങ്ങയുടെ വാഗ്ദാനങ്ങൾ പരീക്ഷാലങ്കൃതാസനെ ആശ്വസിപ്പിക്കണമേ. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരാ. എന്റെ കർത്താവിനെ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുന്നു. കരുണയുടെ നിർത്തണമേ നല്ല വരത്ത് വലങ്കാമേ. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ ദോഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. പിതാവിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിനെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. പിതാവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന കാരണവും ആത്മാവിലെ പ്രത്യാശയുമാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. വ്രതരെല്ലാരും മിന്നി വിളങ്ങും വധനമടുണരാ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകും. നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. മൃതരെല്ലാരും
വിളങ്ങും വചനമോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ ലക്ഷ്യം അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായമായ ശബ്ദത്താൽ ആ സമർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥനുമായ മിശിഹായേ, നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ വിശാലിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശ്വാസത്തിന്റെ കരങ്ങളുമായ കർത്താവ് നമ്മുടെ ഇറങ്ങി വരികയാണ്. കർത്താവിൽ നമുക്ക് ആശ്വസിക്കാം, അവിടുത്തെ ഉത്ഥാനത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം.
ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട് നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറയുന്ന വിശാലിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ തിരുക്കർമ്മങ്ങൾക്ക് അഭ്യുന്യ ആന്റണി കരിയിൽ പിതാവ് കാർമ്മികത്വം വഹിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസ് അലക്സച്ചനാണ് വചന സന്ദേശം നൽകുക. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പങ്കുചേരാം. ഇടവക സമൂഹം മുഴുവനും ഇന്ന് ഈ കുടുംബത്തിലെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ, നമ്മുടെ കണ്ണുനീര് സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം തൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടി ഈ കുടുംബത്തെ അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് ആശ്വസിപ്പിക്കണമേ, അവരുടെ കണ്ണുനീര് തുടച്ചു നീക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാം. വിദ്യോത്സാഹനോടും അനിതയോടും ജീവനോടും അനിതയുടെ പ്രിയപ്പെട്ട അമ്മച്ചിയോടും മറ്റു കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിക്കുന്നു. ഈ 3 പേരുടെയും ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ യേശു തന്നെ ഈ ദുഃഖം തരണം ചെയ്യുവാനായിട്ട് നമ്മളെ എല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശാലിനെ ചെറുപ്പം മുതൽ എനിക്ക് നല്ല പരിചയമാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കളമശ്ശേരിക്ക് വരുന്നത് 1997 ആ വർഷമാണല്ലോ വിശാൽ ജനിക്കുന്നത്. പലപ്പോഴും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നിഷ്കളങ്കമായ കുസൃതിയോടുകൂടിയുള്ള ചോദ്യങ്ങൾ വിശാൽ എന്നോട് പലപ്പോഴും ചോദിക്കുമായിരുന്നു. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വിശാൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ ഈവനിങ് മാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിർബന്ധിച്ച് വിശാൽ എന്നെ കന്റീനിൽ കൊണ്ടുപോയി ചായ തന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വിശാല് രോഗബാധിതനായി എന്നറിഞ്ഞപ്പോൾ വളരെ ദുഃഖമുണ്ടായി. ഇന്ത്യയോട് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്രത്യേക അവസരങ്ങളിൽ ഓപ്പറേഷൻ, 5 ഓപ്പറേഷൻ വിധേയനായല്ലോ, അവസരങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നത്തെ കൊന്ത സാറെ ഞാൻ വിശാലിന് വേണ്ടിയാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ മാത്രമല്ല, എല്ലാവരും തന്നെ വിശാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം വിശാൽ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവുള്ളം വേറൊന്നായിരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, യാചിക്കുവാനായിട്ട് ദൈവസമക്ഷം ഒരു കൊച്ചു മധ്യസ്ഥൻ ഉണ്ടാകണമെന്ന് ദൈവത്തിന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് വിശാലിനെ 23 വയസ്സിൽ ദൈവം തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നമുക്ക് മുഴുവൻ മനസ്സിലാവുകയില്ല ദൈവത്തിൻ്റെ ഈ നിഗൂഢ പ്രവർത്തനങ്ങൾ. ദൈവത്തിന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് വിശാലിനെ ദൈവിക പരിപാലനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സാറിനോടും അനിതയോടും ജീവനോടും അനിതയുടെ പ്രിയപ്പെട്ട അമ്മച്ചിയോടും മറ്റു കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിക്കുന്നു. യേശു തന്നെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുദപിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പറഞ്ഞതിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി. ആമേൻ. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹിമയുടെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കടിക്കുമ്പോൾ വാട്ടിപ്പോവുകയും ചെയ്യുന്നു. അതിരുന്ന സ്ഥലം മറ്റാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ യഹോവയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിശ്ചയം കൂട്ടുന്നു. ആത്മേരിയാണെന്ന് അറിയില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നിങ്ങളെ ശ്രദ്ധിക്കുകയും നിധിയാൽ മനുവിനെയാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പോഴുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻകളെയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ. അന്തിമ ദിവസം ഉയർപ്പേകും. പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ. ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുവിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തുവലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി, ബിഷപ്പ് പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 4 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ അശ്വതി. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും.
മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ അഭിനന്ദനാവേ പ്രൊവിൻസിലെച്ച ബഹുമാനപ്പെട്ട വികാരിച്ച ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ളവരെ, വിശാലിനെ കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചെറിയ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ടാഗോറിൻ്റെ ഒരു കവിതയുടെ ഒരു ചെറിയ ഭാവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണം വിചാരിക്കാം. ടാഗോറിൻ്റെ ആ കവിതയിൽ തുടങ്ങുന്നത്, മനോഹരമായിരിക്കുന്ന ഒരു തോട്ടം. ആ തോട്ടത്തിൽ തോട്ടക്കാരൻ വൈകുന്നേരം ഒന്ന് നോക്കിയപ്പോൾ നല്ല ഒരു റോസപ്പൂവ് അങ്ങനെ വിടർന്നു വരികയാണ്. ആ പൂവ് വിടർന്നിരിക്കുന്നത് കണ്ടപ്പോൾ തോട്ടക്കാരന് എന്നെ വളരെ സന്തോഷമായി. അതിനെ നോക്കി കുറേ നേരം ആസ്വദിച്ചു. വിചാരിച്ചു, ഇന്ന് പറിക്കണ്ട, ഇത് നാളെ പൂർണ്ണമായി വിടരും. അത് വിടരുമ്പോൾ ഞാൻ വന്ന് പറിച്ചു കൊള്ളാം. പിറ്റേ ദിവസം രാവിലെ തോട്ടക്കാരൻ വന്ന് നോക്കിയപ്പോൾ ആ പൂവ് അവിടെ കാണുന്നില്ല. തോട്ടക്കാരന് സങ്കടമായി. തോട്ടക്കാരൻ ചോദിച്ചു, ആരാണ് എൻ്റെ തോട്ടത്തിലെ പൂ പറിച്ചത്? ആരോട് ചോദിച്ചിട്ടാണെന്നൊക്കെയുള്ള ആ സങ്കടത്തിൽ ചോദിക്കുക. അപ്പോൾ പുറകിൽ നിന്നൊരു സ്വരം കേട്ടു, ഞാനാണ് ആ പൂ പറിച്ചത്. നിനക്ക് ചോദ്യം ചെയ്യാൻ എൻ്റെ അവകാശമുണ്ട്. ഞാൻ ആ പൂ പറിച്ച് അത് അതിന് പൂജയ്ക്ക് ഞാൻ വെച്ചു. അതെൻ്റെ അവകാശമാണ്. അതിന് പൂജാപുഷ്പമായത് മാറി. വിശാലാകുന്ന പൂവ് വൃക്ഷത്തെ അത് തോട്ടക്കാരൻ പറിച്ചു. അറിയാം തോട്ടക്കാരൻ ആരാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഞാനിതിന് മറ്റൊരു രീതിയിൽ വിശാലാകുന്ന ആ വിടർന്നു വരുന്ന പുഷ്പം പറിച്ച് പൂജാപുഷ്പമായത് മാറ്റി ജോസഫ് സാറിൻ്റെയും അനീതിയുടെയും ജീവന്റെയും ഹൃദയത്തിൽ അത് പൂജാപുഷ്പമായി പ്രതിഷ്ഠിച്ചിരിക്കുക. അതിനി അവർ ജീവിക്കുന്നിടത്തോളം കാലം അത് പൂജാപുഷ്പമായിട്ട് തന്നെ അവിടെ നിൽക്കും. അത് വാടുകയില്ല. അത് മനോഹരമായിട്ട് വീണ്ടും അവരിലൂടെ അത് നിൽക്കുമെന്നുള്ള ആ വലിയ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വിശാലിനോട് യാത്ര പറയാൻ പറ്റിയില്ല.
കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു 7:30 മണിയായപ്പം സാർ എന്നെ വിളിച്ചു, വിശാല് പോയി. എനിക്ക് പറയാനുള്ളത്, സാറേ അനേക ജീവൻ വിശാല് പോയിട്ടില്ല. വിശാലിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അത് പൂജാപുഷ്പമായിട്ട് തന്നെ നിങ്ങളതിനെ സ്വീകരിച്ച് തീർച്ചയാണ് നിങ്ങൾക്കൊണ്ട് നിങ്ങളുടെ വിശാലിൻ്റെതായിരിക്കുന്ന ആ സ്വരവും മാമാന്ന് വിളിക്കുകയും പപ്പാന്ന് വിളിക്കുകയും ചേട്ടാന്ന് വിളിക്കുകയും ചെയ്യുന്ന ആ സ്വരം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ആ സ്വരം കേട്ട് നിങ്ങൾ കൊതി മാറുന്നിട്ടില്ല എന്നുള്ള സത്യം. പക്ഷേ അത് കൂടുതൽ ജീവനോടുകൂടി ദൈവം അതിനെ അറുത്തെടുത്ത് പൂജാപുഷ്പമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. വിശാലിന് ഏതാണ്ട് 10-11 വർഷം മുമ്പ് രോഗിയാണെന്നുള്ള വിവരം അറിഞ്ഞതിൽ പിന്നെ ഈ കുടുംബത്തിന് അറിയാം, സാറുമായിട്ട് 86 മുതൽ ഉള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ രോഗിയായി കഴിഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി സാർ അനിതയും. പക്ഷേ അത് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞ 11 വർഷം എനിക്ക് തോന്നുന്നു അതിനെ അവർ സ്വീകരിച്ചു. ആ സ്വീകരണത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഈ കുടുംബത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം. ഒരു തരത്തിലും വിശാല് രോഗിയാണെന്നുള്ള ചിന്തയോടുകൂടി വിശാലിനെ അവർ കണ്ടിട്ടില്ല, വിശാലിനെ അവർ നോക്കിയിട്ടില്ല. 23 വർഷം വിശാല് ജീവിച്ചത് എത്ര വർഷം ജീവിച്ചു? ഇപ്പോൾ 80-90 ഒക്കെ വർഷം ജീവിച്ചേക്കാൾ വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിതത്തെ ആസ്വദിച്ച് ജീവിച്ച നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വിശാല് ജീവിതം 23 വർഷം ആഘോഷിച്ചു എന്ന് തന്നെ ഞാൻ പറയും. ജീവിതത്തെ ആഘോഷിക്കാനായിട്ടുള്ള ഒരവസരങ്ങളെല്ലാം ദിവസം അനിതയും വിശാലിന് അതുപോലെ ജീവനും ഒരുക്കി കൊടുത്തു. അത് വലിയൊരു ത്യാഗത്തിൻ്റെയാണ്. പ്രാർത്ഥനയുമൊക്കെ ജോസഫ് സാറ് ആ രോഗം വന്നത് മുതൽ വെറും പ്രാർത്ഥനയല്ല, തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ളതിനെ പലതിനെയും സാർ ഉപേക്ഷിച്ചു വിശാലിന് വേണ്ടി. വിശാലാകുന്ന ആ പുഷ്പത്തെ മനോഹരമാക്കി തീർക്കുക, ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടുകൂടി എന്തും ചെയ്തു കൊടുക്കാൻ, എന്തു വേണേലും ഏതാഗ്രഹവും നിർവഹിച്ചു കൊടുക്കാൻ സന്നദ്ധമായി നിന്ന ജോസഫ് സാറിനെ അനിതയും കാണുമ്പോൾ അതിന് ഏറ്റവും സപ്പോർട്ട് നൽകിയ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ജീവൻ, 3 പേരുടെയും ത്യാഗം കാണാം. സാറ് അവനെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. അതിനുശേഷം അവന് അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. അവനെ അമേരിക്കയിൽ വിട്ടു, MBA അവിടെ എടുത്തു. പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചോദിക്കും, സാറേ അവൻ്റെ അസുഖം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പ്രാർത്ഥിക്കുക. അവൻ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. ആ ഒരു മനോഭാവവും ആ ഒരു ത്യാഗവും ഈ നല്ല പപ്പ ആസ്വദിച്ച് ജീവിച്ചു എന്ന് ഞാൻ പറയുക. സങ്കടത്തോടുകൂടി ആസ്വദിച്ച് ജീവിച്ച ഒരു ജീവിതമാണ് അവരുടെ കുടുംബം. ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയിൽ മടക്കിരിക്കുമ്പോൾ ആ വേദനയെ എങ്ങനെ എടുക്കും എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കഴിഞ്ഞ 1.5 മാസത്തോളമായി ഞാൻ മനസ്സിലാക്കുന്നത് വിശാല് ആശുപത്രിയില്ല. ഓപ്പറേഷൻസ് അതിന് മുമ്പ് ഓപ്പറേഷൻ നടത്തുമ്പോഴെല്ലാം പ്രാർത്ഥനയും ആരാധനയും എല്ലാം നടത്തും. ഇതെല്ലാം നടത്തി ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ സാറിന് ധൈര്യം നൽകി. വെറും വാക്കിലല്ല, ജീവിതത്തിലൂടെ ആ വിശ്വാസം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ,
ഈ കഴിഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞ് 2-3 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോഴും സാറ് പറഞ്ഞു വലിയ ഒപ്പൊന്നുമില്ല എന്ന് സാറിനറിയാം. കാരണം ആ രോഗത്തിൻ്റെതായിരിക്കുന്ന വിഷയത്തിലൊക്കെ സാറിനും അറിയാം, അനിതയ്ക്കും അറിയാം, ജീവനും അറിയാം. ജീവനെ ഞാൻ വളരെയധികം നമ്മൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1.5 മാസം വിശാലിൻ്റെ അടുത്ത് നിന്ന് വെന്റിലേറ്ററിലും ഒക്കെ കിടക്കുന്ന വിശാലിനെ ശുശ്രൂഷിക്കുവാൻ തയ്യാറെടുത്ത് ഒരു നിമിഷം പോലും അവിടെ മാറാതെ നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ ജീവൻ. ഇതെല്ലാം എങ്ങനെ ഇവർക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ തന്നെ അവരോട് 2 പേരോടും പറഞ്ഞു, ഈ മോൻ ജീവിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രം, നിങ്ങളുടെ വിശ്വാസം പ്രാർത്ഥന കൊണ്ട് മാത്രം എന്ന് ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തിയവർ 2 പേരോടും പറഞ്ഞു. നമുക്കെല്ലാം മാതൃകയായി നിൽക്കുന്ന ഒരു കുടുംബം, ഏത് ത്യാഗത്തിലും വിശ്വാസം കൈവിടാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്ന ജോസഫ് സാറും അനിതയും ജീവനും അതൊരു വലിയ സാക്ഷ്യമാണ്. നമുക്കറിയാം, ഇന്ന് രാജഗിരിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ജോസഫ് സാർ. അതെല്ലാവർക്കും അറിയാം. സാറിൻ്റെതായിരിക്കുന്ന കഠിനാധ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാജഗിരിയുടെ ഈ നിലയിലേക്ക് വരുത്താൻ സാറ് അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടി. അതിന് ഫലം കണ്ടെത്തി. സാറിനെ ഒരിക്കലും രാജഗിരിക്ക് മറക്കാൻ പറ്റിയില്ല. രാജഗിരി അതുപോലെ തന്നെ സാറിന് രാജഗിരിയെ മറക്കാൻ പറ്റുന്നു. ജീവന്റെ ജീവിതമായി 30-36 കൊല്ലം ആ രാജഗിരിയുടെ മണ്ണിൽ അത് ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തി. അപ്പോഴെല്ലാം ഈ കഴിഞ്ഞ 10 വർഷം ഉള്ളിൻ്റെ ഉള്ളിലെ വേദനകൾ ഒരുക്കി ജീവിക്കുക. അതൊരു ദൈവത്തിന് സാക്ഷ്യമാകുന്ന ഒരു ജീവിതമാണ്. അതുതന്നെയാണ് ഞാൻ വിചാരിക്കാറുണ്ട്. സാറ് ത്യാഗങ്ങളൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഞാൻ അതിനെ ചിന്തിച്ചു, ഈ പ്രാർത്ഥനകളെല്ലാം നടത്തിയിട്ടും അതിന് ഫലം നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സങ്കടം. ഇത് തന്നെയല്ലേ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനത്തെ നിമിഷം പ്രാർത്ഥിച്ചത്, പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ചിലപ്പോൾ സാറോട് ചോദിച്ചിട്ടുണ്ടാവും, അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു? അവനോടൊന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അനുവാദം തന്നില്ല. വിശാലിന്ന് നിങ്ങളുടെ ഹൃദയത്തിലൂടെ തത്തിക്കളിച്ച് നടപ്പെടുന്നു. ഇവിടെ ഓടി നടന്ന ഈ കുടുംബത്തിൽ ഓടി നടന്ന വിശാല് ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ ആ ചിരിയും, അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരാതിയോ ജീവിതത്തെക്കുറിച്ച് ഈ രോഗം അറിഞ്ഞിട്ടും ആ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ഒരു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അംബീഷ്യസ്, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ച് വലിയ ആളാകണം, ഇതെല്ലാം വിശാലിൻ്റെ മനസ്സിലുണ്ട്. അതിനെയൊക്കെ ഈ അപ്പച്ചനും അമ്മച്ചിയും പ്രോത്സാഹിപ്പിച്ചു വരും. അതാണ് കുടുംബജീവിതത്തിൻ്റെ മാനം. അതുകൊണ്ട് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തീർച്ചയായും ഒത്തിരി ആളുകൾ, അതിൽ പിതാവ് പറഞ്ഞ മാതിരി ഒത്തിരി ആളുകൾ ഈ വിശാലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം അതുകൊണ്ട് തന്നെയാണ് വിശാലാകുന്ന ആ പൂജാ പുഷ്പത്തെ മുരളി സാറിൻ്റെയും അനിതയുടെയും ജീവന്റെയും ഹൃദയത്തിൽ അത് ഇന്ന് പൂജാ പുഷ്പമായിട്ട് നിൽക്കും. ആ പൂജാ പുഷ്പത്തിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് മാത്രം. ആ പൂജാ പുഷ്പം ഏറ്റവും മനോഹരമായ രീതിയിൽ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടിയിട്ടും പിതാവ് പറഞ്ഞ മാതിരി നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥൻ സ്വർഗത്തിലല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് സാറിൻ്റെയും അനിതയുടെയും ജീവന്റെ ഹൃദയത്തിൽ ആ പുഷ്പം അങ്ങനെ അത് മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ സുഗന്ധം ഈ കുടുംബത്തിൽ മാത്രമല്ല, ഇവരുമായിട്ട് ഇടപെടുന്നവർക്കെല്ലാം അതിൻ്റെ സുഗന്ധം പരത്തും
എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയാണ് ആ പ്രാർത്ഥനയുടെ ശക്തി അവർക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും അത് പങ്കുവയ്ക്കാറുണ്ട്. പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് അനിതയും സാറും ജീവനും പറയാറ്. ഞങ്ങളത് വീണ്ടും ആവർത്തിക്കുന്നു. സാറേ, അനിത, ജീവൻ, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ആ സങ്കടം, വേർപിരിയുന്ന ആ സങ്കടം നിങ്ങളത് ഉൾക്കൊണ്ട് വിശാലാകുന്ന ആ പുഷ്പത്തെ നിങ്ങൾ മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശാലെ ഞങ്ങൾ യാത്ര പറയും. വിശാലെ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറയും. പക്ഷേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചു. സാറിൻ്റെയും അനിതയുടെയും ജീവന്റെയും മാത്രമാണ് വിശാലുമായി ഇടപെട്ടിരിക്കുന്ന എല്ലാവരെയും. നേരത്തെ വിശാലിന് ഹോർമോൺ കുത്തിവയ്ക്കുവാനായിട്ട് ഉണ്ടായിരുന്നു 12 ദിവസം, ആഴ്ച 2 പ്രാവശ്യം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നേഴ്സിനെ വിട്ടു. അനിതരെയും എടുത്തു എന്ന് പറഞ്ഞു. എനിക്ക് ഓർക്കാൻ പറ്റിയ വെച്ചാൽ വിശാലിൻ്റെ സ്നേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശാലിനെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ എനിക്ക് സാധിച്ചു. ഒരു നേഴ്സ്, എത്രയോ മരണങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് നീ വിശാലി, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശാലിനോട് പറയാൻ, ഞങ്ങളെ മറക്കരുത് എന്ന് മാത്രം ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം പറയാം. വിശാലിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ജ്യേഷ്ഠനും അവരുടെ ജീവിതത്തിലൂടെ വിശാലിനെ ലോകത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി ഇന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്ത സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, അങ്ങയുടെ കൽപ്പനയാൽ ലോകം വിട്ടു പോകുന്ന പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ സുരക്ഷിതമായിരിക്കുവാൻ തന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴിയും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത വിഷയമായി വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ സന്ധ്യാഭിഷേകമായി കാര്യങ്ങൾ അവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ പ്രഭുത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
മരണം വരുമൊരു നാളോർത്തുകമത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർത്തുകമത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു. ഇടമാലകളാൽ പിന്നി മറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സദവലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ എണീക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശാൽ, വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ ഭവനത്തിൽ വന്ന് വിശാലിൻ്റെ വ്രതസംസ്കാര ശുശ്രൂഷകൾക്ക് പ്രാരംഭം കുറിച്ച അഭ്യുദയ ആന്റണി കരിയിൽ പിതാവിനും വചന സന്ദേശം നൽകിയ ജോസ് അലക്സച്ചനും മറ്റെല്ലാവർക്കും കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ ദൈവങ്ങൾക്ക് അർപ്പിക്കുന്നു. വിശാലിൻ്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് 5ാം ചരമദിനത്തിലെ തീർത്ഥങ്ങൾ തിങ്കളാഴ്ചയാണ് നടത്തപ്പെടുന്നത്. എല്ലാവരും അന്നേ ദിവസം വിശാലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മൃതദേഹ സംസ്കാരത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ തൃക്കാക്കര വിജോഭവന്റെ സെമിത്തേരിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർ മെയിൻ റോഡിൽ പ്രവേശിച്ച് എടപ്പള്ളി ടോണിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മുക്കാട്ടുപടി റോഡ് വഴി ജഡ്ജ് മുക്കിലെത്തി സീപോർട്ട് എയർപോർട്ട് റോഡ് ക്രോസ് ചെയ്ത് വിജോഭവൻ സെമിത്തേരിയിൽ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. പ്രാർത്ഥനാപൂർവ്വം തുടർന്നുള്ള കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം ഗുരുവിടത്തിൽ പോകുന്നു ഞാൻ. അവയിലാ കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരകരുളിടാൻ കഴിവില്ലാത്തോരൻ പാപിടമേ. കൃപയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിലാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം ശിവാനാഥൻ പ്രതിഫലമേകും.
Wow.
വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങുന്നു. ദിവസം കാത്തുകഴിപ്പൂ വീട്ടജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവാളീരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും ആദരപൂർവം കാഹളമൂടാ അണി നിൽക്കുന്നു. ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. ഇയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുതിർന്നതും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ ജീവജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതി ബഹുമാനവും സമർപ്പിക്കാം. സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നതാന്യ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ആകാശവുമേ ഭൂതലവും താപമല്ലോ കർത്താവേ, ജീവിക്കുന്നവനെ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും പ്രധാനരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. സുതരാണവരെ നോക്കണമേ. അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി നിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നയിക്കുമാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ കുദ്ധാരം നീയേകുന്നു. മാതാ ഞങ്ങളെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പറഞ്ഞു കൊടുത്തവരെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലഹമാരോടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ ഉയർപ്പിക്കുന്നവരും അവർക്ക് അത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽവാനവരാജ്യം നേടും അനുജന ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽവാനവരാജ്യം നേടും അനുജന ഭാഗ്യം. കറയേറ്റവനായ ചിരമഹിമാവിൽ വിളങ്ങും മുഖമടുകൾ നിറവിട്ടെഴുന്നേൽക്കും അനുജന ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽവാനവരാജ്യം നേടും. ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനിൽ നിന്നത് കേൾക്കും അനുജന ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽവാനവരാജ്യം നേടും അനുജന ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ കിട്ടി തിരുനാമത്തിന് സ്തുതി. എന്റെ പാപങ്ങൾ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പാപങ്ങളെ വന്നിരിക്കണമേ, എന്റെ തെറ്റുകളെല്ലാം ദുരുസ്വാധീനിക്കണമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ കിട്ടി തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച് ഉയർത്താതെ ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ദാസനെ വിളിക്കുകയും എന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും വേണമെന്നും തീരുമാനമായ വിധിയെടുത്താതെ ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചുവരണാപുരം ചെയ്യിപ്പിക്കണമേ. ജീവിക്കുന്നവരുടെ ആപുരം പരിപാലിക്കണമേ. ധാനോപദേശ മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും അഗ്നിയമായി നിത്യജീവനം നൽകിയ സ്വകരാജ്യമാകുന്ന അവസ്ഥയിലേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.